ടയോട്ടയിൽ വന്നവർ ആദ്യമൊന്ന് പകച്ചെങ്കിലും അവർ ആക്രമണ സജ്ജരായി. അവർ ആ ചെറുപ്പക്കാരന് നേർക്ക് പാഞ്ഞെടുത്തതും അയാൾ വട്ടം കറങ്ങുന്നതും ഞങ്ങൾ മിന്നായം പോലെ കണ്ടു. കൂടെ ഗുണ്ടകളെപ്പോലെയുള്ളവർ ചിതറിത്തെറിച്ചു. അവിടമാകെ അവരുടെ നിലവിളികൾ മുഴങ്ങി. ഞങ്ങളുടെ നേരെ വന്നവരെ ഞങ്ങളും കൈകാര്യം ചെയ്തു. പരിക്കു പറ്റിയവർ താമസിയാതെ ടയോട്ടയിൽ കയറി സ്ഥലം വിട്ടു. ആഗതൻ അപ്പോൾ തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരിയിരുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നന്ദി പറയാനായി ചെന്നതും അയാൾ ഉയർത്തിവെച്ച ഗ്ലാസ് താഴ്ത്തി വെച്ചു. താങ്ക്സ് സാർ. ആഹാ, നന്ദിയൊന്നും വേണ്ട, സൂക്ഷിച്ചു പോയിക്കോളൂ. അത്രയും പറഞ്ഞ് അയാൾ എൻഫീൽഡ് സ്റ്റാർട്ടാക്കി മുമ്പോട്ട് നീങ്ങി. ഞാനും ടെസ്സയും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാനാണ് വണ്ടി ഓടിച്ചത്. ട്രിവാൻഡ്രത്തെത്തുമ്പോൾ സമയം 3 മണി ആകാറായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിൻ്റെ ഗേറ്റ് തുറന്നു എൻഫീൽഡ് സൈഡാക്കി. നിത്യയെ ഫോൺ ചെയ്തതിനാൽ റൂമിൽ കയറാൻ എളുപ്പമായി. യാത്രയുടെ ക്ഷീണത്തിൽ ഞങ്ങൾ ഉറങ്ങിപ്പോയി. രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റത്. അന്നത്തെ ദിവസം കോളേജിൽ പോകാതെ ഞാനും ടെസ്സയും റൂമിൽ റെസ്റ്റ് എടുത്തു. ഞങ്ങളുടെ ഡിസ്കഷൻ ഇന്നലത്തെ സംഭവങ്ങൾ തന്നെയായിരുന്നു. ഇന്നലത്തെ നമ്മുടെ അറ്റാക്കിന് പിന്നിൽ മമ്മി അല്ലെങ്കിൽ ശരൺ ഉറപ്പാണ്. അതേടി, എന്തായാലും നിന്റെ മമ്മിയുടെ അറിവോട് കൂടിയാണെല്ലാം നടക്കുന്നത്. അതുറപ്പല്ലേ? പക്ഷെ എന്നെ അലട്ടുന്നത് പപ്പയുടെ കാര്യമാണ്. അവരുടെ ഇടയിൽ പപ്പ സുരക്ഷിതനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെസ്സ പപ്പയെ ഓർത്ത് ഞാൻ കരയാൻ തുടങ്ങി. ടെസ്സ എഴുന്നേറ്റ് എനിക്കരികിലെത്തി. എന്തായിട ഇത്? ഏറ്റവും ബോൾഡായ നീ ഇങ്ങനെ തളർന്നാലെങ്ങനെ? നമുക്ക് വഴിയുണ്ടാക്കാം, ടെസ്സ എന്നെ ആശ്വസിപ്പിച്ചു. അവൾ കുളി കഴിഞ്ഞു വന്നതോടെ ഞാനും കുളിച്ചിറങ്ങി ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പോയി. തിരികെ റൂമിലെത്തി വീണ്ടും ചർച്ചയിൽ ഏർപ്പെട്ടു. അഗ്നി, ഒരു ഐഡിയ ഉണ്ട്. പിന്നെയൊന്നും ആലോചിച്ചില്ല. ഞങ്ങൾ നേരെ മ്യൂസിയം പോലീസ് ഇൻസ്പെക്ടർ അഗിയുടെ സഹായം തേടി. കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ടർ വിശദമായി കേട്ടു. വിശദമായൊരു പരാതി തയ്യാറാക്കി ഇൻസ്പെക്ടറുടെ കൈവശം കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു ബോധ്യപ്പെട്ടു. ശരി, 2 പേരുടെയും നമ്പർ തന്നേക്കൂ. ആവശ്യം വന്നാൽ വിളിക്കാം. കരച്ചിനിടയിൽ നിത്യ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ഞാനും ഗംഗയും കൂടി ലൈബ്രറിയിൽ ബുക്സ് തീരുകയായിരുന്നു. അതിനിടയിൽ ദീപക്കും നവീനും കൂടി വന്ന് ഞങ്ങളെ കയറിപ്പിടിച്ചു. നിത്യപ്രായത്തിന് എനിക്കും ടെസ്സക്കും മനസ്സിലായി അവർ എവിടെയാണ് കയറിപ്പിടിച്ചതെന്ന്. ഞാനവരുടെ മാറിടത്തിലേക്ക് നോക്കി. ആ ഭാഗത്തെ വസ്ത്രങ്ങൾ ചുളുങ്ങിയിട്ടുണ്ട്. എൻ്റെ ബ്ലഡ് തിരച്ചു മറിഞ്ഞു. എടി ടെസ്സെ, നമ്മുടെ കൂട്ടുകാരികളെ കയറി പിടിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? പിന്നല്ലാതെ. ടെസ്സയിലും അമർഷം നുരഞ്ഞു. വാ, ഇപ്പോൾ തന്നെ ചോദിച്ചേക്കാം. നിത്യയും ഗംഗയും പേടിച്ചു വരാൻ കൂട്ടാക്കിയില്ല. ഞാനും ഗംഗയും കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ 4 പേരും ചെല്ലുമ്പോൾ അവർ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ദീപക്കിൻ്റെ അൽശ്ലേഷതയുള്ള ആംഗ്യവും സംസാരവും കേട്ടതും അവൻ്റെ കവിളടക്കം ഒരെണ്ണം കൊടുത്തു. തടയാൻ വന്ന നവീനും ടെസ്സ കണക്കിന് കൊടുത്തു. ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി നിൻ്റെയൊക്കെ കണ്ണ് ഇവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പതിച്ചെന്നറിഞ്ഞാൽ ശരിക്കുമുള്ള അഗ്നി എന്താണെന്ന് നീയൊക്കെ അറിയും. കോപത്താൽ അവർ പല്ല് നിരിച്ചെങ്കിലും ഞങ്ങൾ മെയിൻ ചെയ്തില്ല. എന്തെങ്കിലും ഉണ്ടായാൽ കരയുകയല്ല ചെയ്യേണ്ടത്, ശക്തമായി പ്രതികരിക്കണം. ഇല്ലെങ്കിൽ നാളെയും ഇവനെ പോലെയുള്ളവർ മുതലാക്കും കേട്ടോ. ഗംഗയും നിത്യയും തലയാട്ടി. ഞങ്ങൾ തിരികെ ഹോസ്റ്റലിലേക്ക് മടങ്ങിയെത്തി. റൂമിലിരുന്ന ടൈമിലാണ് എൻ്റെ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കുമ്പോൾ അഭിജിത്തിൻ്റെ നമ്പർ. ഞാനത് ടെസ്സയെ കാണിച്ചു. കോൾ അറ്റൻഡ് ചെയ്തു. സ്പീക്കർ മോഡിലിട്ടു. ടെസ്സ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുവശത്തൊരു പരുക്കൻ ശബ്ദം. സുരക്ഷിതമായി അങ്ങെത്തിയല്ലോ അല്ലേ? ഞങ്ങൾ അത്ഭുതപ്പെട്ടു. മറുപടി അപ്പുറത്തൊരു പൊട്ടിച്ചിരിയായിരുന്നു. ഞാനും ടെസ്സയും ഞെട്ടി മുഖാമുഖം നോക്കി. ഞാനാണ് ചെകുത്താൻ, ഡാർക്ക് ഡെവിൾ. പ്ലീസ് പറയൂ, ഞാൻ അപേക്ഷിച്ചു. എന്നെക്കുറിച്ച് കൂടുതൽ അറിയുകയും വേണ്ട, തിരക്കുകയും വേണ്ട, മനസ്സിലായല്ലോ? ഇന്നത്തെ കോളേജിലെ പ്രകടനം അസലായി. എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അവരാരത്ര വെടുപ്പല്ല, പകരത്തിന് പകരം ഉണ്ടാകും. ഹലോ എന്ന് പറയുമ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു. സ്വിച്ച്ഡ് ഓഫ് എന്ന് മറുപടി കിട്ടി. ടെസ്സെ, എനിക്കൊരു സംശയം. ഇനിയത് ആ ഇൻസ്പെക്ടർ എങ്ങാനും ആകുമോ? 3-4 ദിവസം കുഴപ്പമില്ലാതെ കടന്നുപോയി. പപ്പയെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങളില്ല. ശനിയാഴ്ച ദിവസം എത്തിയതോടെ ഞാനും ടെസ്സയും കൂടി പപ്പയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. മമ്മിയും ശരണും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ മെയിൽ ചെയ്യാൻ പോയില്ല. ഞങ്ങൾ പപ്പയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറുമായി സംസാരിച്ചു. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. 2 സർജറി കഴിഞ്ഞു. പിന്നെ തലക്കാണ് ക്ഷതം പറ്റിയത്. എഴുന്നേറ്റു നടന്നാലും ഓർമ്മശക്തി നഷ്ടപ്പെട്ടു.
ഡോക്ടർ, ഞാൻ അവിശ്വസനീയതയോടെ വിളിച്ചു. ഡോക്ടറുടെ ക്യാബിൻ വിടുമ്പോഴേക്കും ഞാനാകെ തളർന്നുപോയി. എൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ആകെയൊരു കച്ചിത്തുരുമ്പാണ് പപ്പ. ആ വഴി കൂടിയാണ് ഞാൻ. രാവിലെ ടെസ്സയാണ് എന്നെ വിളിച്ചു ഉണർത്തിയത്. ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ ആരോ അതിക്രമിച്ചു കയറി നിത്യയെയും ഗംഗയെയും കൊലപ്പെടുത്തിയെന്ന്. ക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലാണ് അവരെ കണ്ടെത്തിയത്. പപ്പയെ കാണാമെന്ന ആഗ്രഹം മാറ്റിവെച്ചു ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു. ഹോസ്റ്റൽ ജനസമുദ്രമായിരുന്നു. ആരെയും പോലീസ് ഹോസ്റ്റലിലേക്ക് അടുപ്പിക്കുന്നില്ല. റൂമെല്ലാം പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനായി 10 മണിക്ക് മുമ്പേ മാറ്റിയെന്ന് അറിയാൻ കഴിഞ്ഞു. പോലീസ് ഹോസ്റ്റലിലേക്ക് ആരെയും കടത്തിവിടില്ല. ഞാനും ടെസ്സയും കൂടി കുറച്ചകലെ മാറി നിന്നു. കണ്ണിൽ നിന്ന് രക്തത്തുള്ളികളായിരുന്നു ഒലിച്ചിറങ്ങിയത്. ചെകുത്താൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇങ്ങനൊരു അറ്റാക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇൻസ്പെക്ടർ ആകെ ഹോസ്റ്റലിലേക്ക് എത്തിയതോടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സമീപത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചതും തുറന്നു പറഞ്ഞു. വൈകുന്നേരത്തോടെ കോളേജിൽ പൊതുദർശനത്തിനായി ഗംഗയുടെയും നിത്യയുടെയും മൃതദേഹങ്ങൾ വെച്ചു. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് അവരുടെ ബോഡിയിലേക്ക് വീണു. ഞങ്ങളുടെ കൂടെ ഇനി നിത്യയും ഗംഗയും ഇല്ലെന്ന തിരിച്ചറിവ് ഞങ്ങളെ മാനസികമായി തളർത്തു. 6 മണിയോടെ മൊബൈൽ മോർച്ചയിലൂടെ അവരുടെ ചേതനറ്റ ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 10 മണിക്ക് ഒരേ സമയത്താണ് അടക്കം. നമുക്ക് രാവിലെ പോകാം ടെസ്സ. അവളും ആകെ തളർന്നിരുന്നു. 2 കൊലപാതകങ്ങളാണ് നടന്നത്. ശരിക്കും ഞങ്ങൾ ഇല്ലെന്നറിഞ്ഞു നടത്തിയ ഗെയിം. ഞങ്ങൾ പുറത്തൊരു ലോഡ്ജിൽ റൂമെടുത്ത് തങ്ങി. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചതോടെ കോൾ കട്ടായി. വീണ്ടും ബെൽ മുഴങ്ങി. ഞാൻ കോളെടുത്തു. ഹലോ, ഞാനാണ് ചെകുത്താൻ. മനസ്സിലായി? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മറ്റൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ഞാൻ ടെസ്സയെ ആംഗ്യം അവളും എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഫോൺ സ്പീക്കർ മോഡിലിട്ടു. ഉടൻ ഇവിടെ വിടുക. തൃശ്ശൂർക്ക് പോകണ്ട. അവിടെയും ശത്രുക്കളുണ്ട്. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നോട് പറയണ്ട. ഞാൻ നിങ്ങളുടെ പിന്നാലെയുണ്ട്. ചെകുത്താൻ്റെ ശബ്ദം ഫോണിലൂടെ ഒഴുകിയെത്തിയതും ഞാനും ടെസ്സയും മുഖാമുഖം നോക്കി. പറഞ്ഞത് കേട്ടല്ലോ. ഉടൻ ഇവിടെ കാലിയാക്കുക. ശത്രുക്കൾ ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തും. ബുള്ളറ്റിൽ തന്നെ പോയിക്കോളും. ഫോൺ കട്ടായതോടെ ഞങ്ങൾ ഉടനെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തെത്തി. ഞങ്ങൾ ആലപ്പുഴയിൽ തങ്ങാനാണ് പ്ലാൻ ചെയ്തത്. അവിടുത്തെ എൻ്റെ വീട്ടിൽ, പപ്പ എനിക്കായി വാങ്ങിയ വീട്ടിൽ. കടയിലിരിക്കുന്നവരുടെ വായ്നോട്ടമൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ മൂടല്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു, കാശും കൊടുത്തു. ബുള്ളറ്റിൻ്റെ സമയം വന്നപ്പോഴാണ് സിഗരറ്റിൻ്റെ കാര്യം ഓർത്തത്. തിരികെ തട്ടുകടയിൽ ചെന്ന് സിഗരറ്റും കിട്ടുന്ന കട ചോദിച്ചപ്പോൾ, ഭാഗ്യമുണ്ട് ചേട്ടാ, 2 കിങ്സ്. കിങ്സ് ഒന്നുമില്ല കൊച്ചേ, സിസർ ഫിൽറ്ററേ ഉള്ളൂ. എന്നതായാലും ഒരു പാക്കറ്റ് തന്നേക്ക്. ഒരു പാക്കറ്റ് സിസറും ഒരു ലൈറ്ററും കൂടി വാങ്ങി ഞാൻ ടെസ്സക്കരികിലെത്തി. പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം അവർക്കും കൊടുത്തു. ഒരെണ്ണം ഞാൻ ചുണ്ടിലും തിരികെ, ബാലൻസ് ജീൻസിൻ്റെ പോക്കറ്റിലും തിരികെ. ടെസ്സയെ നിരാശപ്പെടുത്താതെ ഒരു പ്രാവശ്യം കൂടി ദമ്മടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി. തനി പാലാക്കാരൻ അച്ചായൻ്റെ തന്നെ കിടന്നൊരു വീട്. 2 നിലയാണ്. പടുകൂറ്റേണ്ട ഒരു വീട്. പാലായിലെ സമ്പന്നരിൽ ഒരാളാണ് ടെസ്സയുടെ പപ്പയെന്ന് അവൾ പറഞ്ഞത് ഞാൻ ഓർത്തു. വീടിൻ്റെ 4 ഭാഗത്തും ലൈറ്റിൻ്റെ പ്രകാശമുണ്ട്. സിറ്റൗട്ടിൽ കയറി ടെസ്സ ബെല്ലമർത്തി. കുറച്ച് സമയം കഴിഞ്ഞു അകത്ത് ലൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. വാതിൽ തുറന്നത് ടെസ്സയുടെ ഇച്ചായനാണ്. ടെവിനയുടെ ലുക്കാണ് ടെസ്സയുടെ ഇച്ചായന്. ഇച്ചായൻ്റെ നിറമം ആസ്വദിക്കാനുള്ള മൂടല്ലായിരുന്നെങ്കിലും ഞാൻ ചിരിച്ചു കാണിച്ചു. എങ്ങനെയും ഒന്ന് കിടന്നാൽ മതിയെന്ന ചിന്തയായിരുന്നു എനിക്ക്. ദിവസങ്ങളായുള്ള അലച്ചിൽ, യാത്ര, കൂട്ടുകാരുടെ മരണം, പപ്പയുടെ ആക്സിഡൻറ്റ്. ആകെ ഡയർഡാണ്. 11 മണി വരെ നിങ്ങൾ വരുമെന്ന് കരുതി കാത്തിരുന്നു. പിന്നെ കിടന്നു.